ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇന്ന് DOCയുടെ 16-ാമത്തെ പുസ്തകമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ധർമ്മദീപ്തി എന്ന് അറിയപ്പെടുന്ന അഭിവന്ദ്യനായ ഒസ്താത്യോസ് തിരുമേനി എഴുതിയ പുസ്തകം. ഇതിൽ പ്രധാനമായിട്ടും മറ്റ് മതങ്ങളെക്കുറിച്ചും അതുകൂടാതെ ധാർമ്മികതയെക്കുറിച്ചുമാണ് പ്രധാന പരാമർശം. Today we are discussing book number 16 written by Dr. Givorgis Mor Ostathios, and the name of the book is Dharma Deepti. The content of the book is other religion as well as basic ethical code of conduct that a Christian or even a human being should follow. ആദ്യത്തെ യൂണിറ്റിൽ തിരുമേനി പറഞ്ഞു വെക്കുവാൻ ശ്രമിക്കുന്നത് ഹിന്ദു മതത്തെക്കുറിച്ചും അവരുടെ പ്രധാന വീക്ഷണങ്ങളെക്കുറിച്ചും പഠിപ്പിക്കലുകളെക്കുറിച്ചും അതേപോലെ ഹിന്ദു മതത്തിലെ പ്രധാന നവോത്ഥാന ശില്പികളെക്കുറിച്ചുമാണ് പറഞ്ഞു വയ്ക്കുന്നത്. The first unit is all about Hindu religion, their customs, their rituals and the basic teaching as well as the reformers from that particular religion. According to this particular book, the most ancient religion in this world is Hinduism, and there is no historical background or even the beginning to this particular religion. Because of that, it is often known as Sanatana religion. ഇതിനൊരു ആരംഭമൊന്നും ഇല്ലാത്തൊരു റിലീജിയൻ ആയതുകൊണ്ട് തന്നെ ഇതിനെ സനാതന മതം എന്നറിയപ്പെടാറുണ്ട്. ഈ മതത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുമ്പോൾ 4 വേദങ്ങളും ആ വേദങ്ങൾ രൂപകൽപ്പന ചെയ്ത ആര്യന്മാരുടെ ഒരു റിലീജിയൻ, അത് ദ്രവീഡിയൻ റിലീജിയനിൽ ചേർന്നപ്പോഴാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഹിന്ദുവിസം രൂപം കൊണ്ടത്. So 4 Vedas and the religion formulated by Aryans in unison with Dravidic religion that already existed in India created the current Hindu religion. ഹിന്ദുവിസത്തെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ കാതലായ ആശയമെന്ന് പറയുന്നത് ധർമ്മമാണ്. ദാറ്റ് ഈസ് എ മോസ്റ്റ് യുണീക്ക് ഫിലോസഫി ഈവൻ ബിഫോർ ഗ്രീക്ക്. അപ്പോൾ ധർമ്മമാണ് അവിടുത്തെ ഏറ്റവും പരമപ്രധാനമായ കാര്യം. ധർമ്മം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ കോമ്പിനേഷൻ ഓഫ് ബോത്ത് റിലീജിയൻ ആസ് വെൽ ആസ് ജസ്റ്റിസ്. അവിടെ മതവുമുണ്ട്, നീതി നിയമാവലികളുമുണ്ട്. അതാണ് ഹിന്ദുവിസം എന്ന് പറയുന്നത്. ഹിന്ദുവിസം ഒരു മതം എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ജീവിത രീതി അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കൽ ആസ്പെക്റ്റ് എന്നൊക്കെയാണ് ചില പണ്ഡിതന്മാർ അതിനെ വിശേഷിപ്പിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഹിന്ദു മതത്തിൻ്റെ പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് ധർമ്മമാണ്. ഹൈന്ദവരുടെ വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 3 പാറ്റേണായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. അതിലാദ്യത്തേത് 14 ഗ്രന്ഥങ്ങൾ അടങ്ങിയ വിദ്യ എന്ന് പറയുന്ന വിഭാഗമാണ്. So the first one is Vidya within the religious text, and Vidya is a combination of Veda, Vedanga and Ubanga. വേദത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ 4 വേദങ്ങളുണ്ട്: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. സോ ദീസ് ആർ ദ 4 വേദാസ്. വേദത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊരു മന്ത്രസംഹിതയാണ്. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് മന്ത്രാസ്. ആൻഡ് വേദാംഗയെക്കുറിച്ച് പറയുമ്പോൾ ഇറ്റ്സ് മോർ ഇൻ ടു ഗ്രാമർ ഓർ ഈവൻ റിച്വൽസ്, കസ്റ്റംസ്, ആസ്ട്രോളജി. ഇതെല്ലാം തന്നെ വേദാംഗ എന്ന വിഭാഗത്തിൽ പറയുന്നുണ്ട്. പിന്നുള്ളത് ഉപാംഗങ്ങളാണ്. ഉപാംഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ പുരാണങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. ധർമ്മശാസ്ത്രവും യോഗയും മഹാഭാരതവും രാമായണവും ഒക്കെ അതിൽ ചേരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു 14 ടെക്സ്റ്റ് അടങ്ങുന്നതാണ് ആദ്യത്തെ തരംതിരിവെന്ന് പറയുന്നത്. രണ്ടാമത്തിലേക്ക് വരുമ്പോൾ ശ്രുതി ആൻഡ് സ്മൃതി എന്നറിയപ്പെടുന്ന, ശ്രുതിയും സ്മൃതിയും എന്നറിയപ്പെടുന്ന 100 കണക്കിന് റിലീജിയസ് ടെക്സ്റ്റാണ്. സോ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് മോർ ദാൻ 100 റിലീജിയസ് ടെക്സ്റ്റ് വിച്ച് ഇസ് നോൺ ആസ് ശ്രുതി ആൻഡ് സ്മൃതി. ഓവർ ഹിയർ we can find Gita, Manusmriti, and these are some examples related to those things. മൂന്നാമതായിട്ട് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ഭാഗങ്ങളെയൊക്കെ വീണ്ടും 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 3 sections of religious text known as പ്രസ്ഥാന ത്രയം. അവിടെ
ഉപനിഷത്തും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും, അതിനെ മൂന്നായിട്ടുള്ള തരംതിരിവ. അങ്ങനെ അനേകം ഗ്രന്ഥങ്ങൾ ഹിന്ദു മതത്തിനുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് വേദത്തിൽ വിശ്വസിക്കുന്നത്. Those who are believing in Veda, they are theists, and atheists are not believing in Veda. For example, Jainism, Buddhism, they are not believing in Veda because they are more into atheism. ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്നവരാണ് ബുദ്ധന്മാരും ജൈനന്മാരുമൊക്കെ. അതുകൊണ്ട് തന്നെ അവർ വേദത്തിൽ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ മതമെന്ന് പറയുന്നത് വേദത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള മതമല്ല. അപ്പോൾ അത് ബേസിക്കലി ഹിന്ദുവിസം ഇസ് ഇൻ ടു വേദാസ്. അവിടെ പറഞ്ഞു വെക്കുന്നത്, the soul of each individual has originated from a universal soul and would return to the same as per time, or in the course of time all individual soul will merge with universal soul. അത് ഹിന്ദു മതത്തിൻ്റെ ഒരു കാതലായ ആശയമാണ്, കാതലായ പഠിപ്പിക്കലാണ്. അതായത് നമ്മുടെ എല്ലാം ആത്മാവ്, ഓരോ ഇൻഡിവിജ്വൽ ആത്മാവും അത് ഒരു യൂണിവേഴ്സൽ സോളിൽ പോയി ചേരും എന്നുള്ളതാണ് പഠിപ്പിക്കൽ. അതിനൊരു ഉദാഹരണമായിട്ട് അഭിമന്യു തിരുമേനി ഇവിടെ പറയുന്ന ഒരു ഉദാഹരണം, വെള്ളം കടലിൽ നിന്ന് ഉയർന്ന് മുകളിലേക്ക് ആവിയായിട്ട് പോകുന്നുണ്ട്. അത് തിരിച്ച് മഴയായിട്ട് ആ ജലാശയിൽ തന്നെ, അല്ലെങ്കിൽ എവിടെ നിന്നാണോ അത് പോയത് അവിടെ തന്നെ അത് തിരിച്ചു വരും എന്നുള്ള ഉദാഹരണമാണ് അവിടെ പറയുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ എക്സാമ്പിൾ ദാറ്റ് ഐ മെൻഷൻ ഇൻ മലയാളം. It's just as water rising from the sea and later returning into the sea as rain. So likewise, all soul which is formulating or which is evolving from the universal soul will come back to the universal soul again. So that is a basic concept of Hinduism. That means they are saying that all soul will merge with Brahman. ആ ഒരു കൺസെപ്റ്റാണ് അവിടെ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ നമ്മുടെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പോഴും എറ്റേണിറ്റി എന്ന് പറയുന്നത് ഹോളി ട്രിനിറ്റിയിലാണ്. ദാറ്റ് ഈസ് ദ ഓൺലി എറ്റേണൽ ആസ്പെക്ട് ദാറ്റ് വി ആർ ഓർ ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പം ട്രിനിറ്റിയിൽ മാത്രമാണ് എറ്റേണിറ്റി ഉള്ളത്. ആ ഒരു വിശ്വാസമാണ് നമുക്കുള്ളത്. ആൻഡ് മോർ ഓവർ വി വോണ്ട് ബിലീവ് ദാറ്റ്, ഓർ വി വോണ്ട് ബിലീവ് ഇൻ ദാറ്റ് വി ആർ മേർജിങ് വിത്ത് ഗോഡ്. ദൈവത്തിൽ ലയിച്ചു ചേരുക എന്നുള്ളതല്ല നമ്മുടെ വിശ്വാസവും പഠിപ്പിക്കുന്നത്. മറിച്ച് we are becoming part and parcel of the divine family, and moreover we are becoming children of God. ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ തീരുക, അല്ലാതെ ദൈവത്തിൽ ലയിച്ചു ചേരുക എന്നുള്ള പഠിപ്പിക്കലുകളിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നതാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഇവിടെ രണ്ട് ആശയങ്ങൾ, ആദിശങ്കരൻ്റെ ആശയവും ആചാര്യൻ്റെ ആശയവും ഒക്കെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ആ രണ്ട് ആശയങ്ങളെക്കുറിച്ചാണ് പിന്നീട് പ്രതിപാദിക്കുന്നത് പ്രധാനമായിട്ടും. ഇവിടെ ശങ്കരാചാര്യനെക്കുറിച്ച് പറയുമ്പോൾ ഈ ലോകമെന്ന് പറയുന്നത് ഒരു ഇലൂഷനാണ്, ഒരു മായയാണ്, മായയായ ഈ ലോകം എന്നുള്ളതാണ്. എന്നാൽ രാമാനുജാചാര്യനെക്കുറിച്ച് പറയുമ്പോൾ ഈ ലോകമെന്ന് പറയുന്നത് ബ്രഹ്മൻ്റെ ശരീരമാണ്, അല്ലെ ബ്രഹ്മാവിൻ്റെ ശരീരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പിന്നെയുള്ള ഹിന്ദുമതത്തിൻ്റെ ഒരു പ്രധാന ആശയം, ഡിസയർ ലീഡ്സ് ടു ഡീഡ്സ്. കാമം കൊണ്ട് കർമ്മവും കർമ്മം കൊണ്ട് കർമ്മഫലവും, ഡീഡ്സ് ലീഡ് ടു ഫെയ്റ്റ് ആൻഡ് ഫെയ്റ്റ് ലീഡ്സ് ടു ഡെലിവറൻസ്. ഞാൻ രണ്ട് ഭാഷയും പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനായി കാണും. ആദ്യം മലയാളത്തിൽ പറയാം. കാമം കൊണ്ട് കർമ്മവും കർമ്മം കൊണ്ട് കർമ്മഫലവും കർമ്മഫലം കൊണ്ട് മോക്ഷവും ലഭിക്കുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡിസയർ ലീഡ്സ് ടു ഡീഡ്സ്, ഡീഡ്സ് ലീഡ് ടു ഫെയ്റ്റ് ആൻഡ് ഫെയ്റ്റ് ലീഡ്സ് ടു ഡെലിവറൻസ്. ഇത്തരത്തിലാണ് മോക്ഷം പ്രാപിക്കുന്നത് എന്നാണ് ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നത്. ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് രക്ഷയുണ്ടാകുന്നത് ദൈവകൃപ കൊണ്ടാണ്, ദൈവകരുണ കൊണ്ടാണ്, ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടാണെന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതിൽ നമ്മുടെ പ്രവൃത്തിയും ഒരു കാരണം തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ കൂടുതൽ ശരണപ്പെടുന്നത് ദൈവത്തിൻ്റെ
കരുണയ്ക്കാണ്. വി ആർ സബ്മിറ്റിംഗ് അവർ സെൽഫ് ഓൺ ബിഹാഫ് ഓഫ് അവർ ലോഡ്സ് ഗ്രേസ് ആസ് വെൽ ആസ് ലവ്. പിന്നെ ഹിന്ദുമതത്തിലെ പ്രധാനമായ മറ്റൊരു ആശയമാണ് ഇൻകാർണേഷൻ. 10 അവതാരങ്ങളെക്കുറിച്ച് ഹിന്ദുമതത്തിൽ പറയുന്നുണ്ട്. അവതാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴൊക്കെ ധർമ്മം കുറയുകയോ തിന്മ വർദ്ധിക്കുകയോ ചെയ്യുമ്പോൾ അവതാരങ്ങൾ ഉണ്ടാകുന്നുവെന്നാണ് ഹിന്ദുമതത്തിലെ വിശ്വാസം. സോ വെനെവർ ധർമ്മ ഈസ് ഡിക്ലൈനിങ് and evil spirit is emerging accordingly, or whenever it is getting strength, whenever it is strengthening, avadara or even incarnation will happen. 10 അവതാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, ശ്രീരാമൻ, ബലരാമൻ, കൃഷ്ണൻ, കൽക്കി, ജനാർദ്ദനൻ. ഇങ്ങനെ 10 അവതാരങ്ങളെക്കുറിച്ച്. ഇതിപ്പോൾ കലിയുഗം, കൽക്കിയുടെ അവതാരം എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാണ് നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത്. പിന്നെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം എന്നതിനേക്കാൾ കൂടുതലായിട്ട് ദൈവങ്ങളെക്കുറിച്ച് പറയുന്നതാണ് കുറച്ചുകൂടെ ശരി. 30 മുക്കോടി ദൈവങ്ങളുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ഇറ്റ്സ് അറൗണ്ട് 330 million ഗോഡ്സ് ദേ ഹാവ്. ത്രിമൂർത്തികളെന്ന് അവർ പറഞ്ഞു വെക്കുന്ന ബ്രഹ്മ, വിഷ്ണു, ശിവ, അതാണ് അവരുടെ ത്രിമൂർത്തി എന്ന കൺസെപ്റ്റ്. അതുകൂടാതെ ഹിന്ദു മതത്തിലുള്ള എല്ലാം തന്നെ ദൈവമാണ് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പാൻതെയിസം, എവ്രിതിങ് ഇസ് ഗോഡ് എന്നുള്ള ഒരു വിശ്വാസവും അവർക്കുണ്ട്. ഹിന്ദു മതത്തെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ ആഴമായിട്ട് പഠിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ടും 2 ഡിവോഷണൽ മൂവ്മെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് വൈഷ്ണവ, 2 ശൈവർ. വൈഷ്ണവ ഈസ് ആക്ച്വലി ബിലീവിങ് ദാറ്റ് Vishnu is the greatest god, and Shaiva people, or that movement, they are believing or they are propagating that Lord Shiva is the greatest. അങ്ങനെയുള്ള ഒരു 2 വിഭാഗങ്ങൾ നമുക്ക് അതിൽ പ്രധാനമായിട്ടും കാണാൻ സാധിക്കും. എന്നാൽ വൈഷ്ണവരെ സംബന്ധിച്ച് മോക്ഷത്തിന് പോകുന്ന 2 മാർഗങ്ങളുണ്ട്. രസകരമായ 2 മാർഗങ്ങൾ. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും പഠിക്കുവാനും നമുക്ക് സാധിക്കും. അഭിനന്ദനായ ഉസ്താദ് തിരുമേനിയുടെ അഭിപ്രായത്തിൽ എല്ലാ മതത്തിലും നന്മയുണ്ട്. ആ നന്മയെ നമ്മൾ കാണുക എന്നുള്ളതാണ് ഈ പഠനം കൊണ്ട് തിരുമേനി ഉദ്ദേശിക്കുന്നത്. ഇവിടെ 2 ആശയങ്ങൾ വൈഷ്ണവ സാൽവേഷന് വേണ്ടി പറയുന്നുണ്ട്. സോ ദർ ആർ 2 തിയറീസ് ഫോർ സാൽവേഷൻ അക്കോർഡിംഗ് ടു വൈഷ്ണവാസ്. ഫസ്റ്റ് ഇസ് മർക്കട ന്യായ, which is more towards the northern side of India, which is prominent over there. നോർത്തിലുള്ള ഒരു ആശയമാണ് മർക്കട ന്യായ എന്ന് പറയും. അവിടെ ഒരു ഡിവോട്ടി ദൈവത്തോട് ചേർന്ന് നിൽക്കുക അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്നു എന്നുള്ള ഒരു ആശയമാണ്, അല്ലെങ്കിൽ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്നുള്ള ആശയമാണ്. അവിടെ ഒരു എക്സാമ്പിൾ അവർ പറയുന്നത്, എ ഡിവോട്ടി ഷുഡ് ക്ലിങ് ടു ഗോഡ് ആസ് എ ബേബി മങ്കി ക്ലിങ്സ് ടു ഇറ്റ്സ് മദർ. അതുകൊണ്ടാണ് അതിൻ്റെ പേരിൽ തന്നെ അറിയാം മർക്കട ന്യായ എന്ന് പറയുന്നത്. ഒരു ചെറിയ കുരങ്ങ്, കുഞ്ഞിക്കുരങ്ങ് അമ്മയിൽ ചേർന്ന് നിൽക്കുന്നത് പോലെ ദൈവത്തിൽ ചേർന്ന് നിൽക്കുക എന്നുള്ള ആശയമാണ്. സോ വി നീഡ് ടു ക്ലിങ് ടുവേർഡ്സ് എ ഗോഡ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ള ആശയമാണ്. സോ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ എഫോർട്ടാണ്. വി നീഡ് ടു ടേക്ക് എഫോർട്ട് ടു ബി വിത്ത് ഗോഡ്. ദാറ്റ് എഫോർട്ട് ഈസ് റിക്വയർഡ്. We need to cling. We need to cling towards God. രണ്ടാമത്തെ ആശയം മാർജാര ന്യായ എന്ന് പറയുന്നതാണ്. അവിടെയും പേരുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഒരു പൂച്ചയാണ് അവിടെ ഉദാഹരണമായിട്ട് എടുക്കുന്നത്. ഇത് കൂടുതലും സൗത്തിലാണ് കൂടുതൽ പ്രിവെയിലിംഗ് ആയിട്ടുള്ളത്, ടുവേർഡ്സ് സൗത്ത് ഇന്ത്യ. അവിടെ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്, there as I mentioned earlier, the example is cat itself. അവിടെ ഒരു ഡിവോട്ടി ദൈവത്തിൽ അടിയുറച്ച് അല്ലെങ്കിൽ ശരണപ്പെടുന്നതിലും കൂടുതലായിട്ട് വിശ്വസിക്കുകയാണ് ദൈവം കാത്തോളും, അല്ലെങ്കിൽ ദൈവമുണ്ട് കൂടെ എന്നുള്ള ഒരാശയം. അതിന് ഉദാഹരണം പറയുന്നത്, ഈ പൂച്ചയുടെ കുഞ്ഞുങ്ങളെ പോകുന്നിടത്തെല്ലാം എടുത്തുകൊണ്ട് പോകത്തില്ലേ എന്ന് പറയുന്നത് പോലെ, God will eventually take care all of us, just like a cat
ടേക്ക് കെയർ ഓഫ് ഇറ്റ്സ് യങ് വൺസ്. അതിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ എല്ലായിടത്തും ദൈവം ഇങ്ങനെ കൊണ്ടുപോകും, ദൈവം ഇങ്ങനെ പരിപാലിച്ചുകൊണ്ടേയിരിക്കും. സോ ഹിയർ ദ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇസ് ഗോഡ്സ് മെഴ്സി ആൻഡ് ഗ്രേസ്. അപ്പോൾ രണ്ട് ആശയങ്ങളും അത് വളരെ ചിന്തിക്കാനും ആഴമായി പഠിക്കാനുമുള്ള രണ്ട് ആശയങ്ങളാണ്. ഒന്ന്, ഇത് നമുക്ക് രണ്ടും വേണം. വി നീഡ് ടു ടേക്ക് എഫോർട്ട് ആൻഡ് വി നീഡ് ടു ബി വിത്ത് ഗോഡ്, ആൻഡ് മോർ ഓവർ വി നീഡ് ടു ബിലീവ് ഓവർ ദെയർ ഇൻ ദ ഗ്രേസ് ആൻഡ് മെഴ്സി ഓഫ് അവർ ലോർഡ്. ഈ രണ്ട് ആശയങ്ങൾ വളരെ രസകരമായ രണ്ട് ആശയങ്ങളാണ്. പിന്നെ പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാന ആശയം കേവല അദ്വൈതവും വിശിഷ്ട അദ്വൈതവുമാണ്. അദ്വൈതം എന്ന കൺസെപ്റ്റ് തന്നെ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് ആദിശങ്കരനാണ്, ശങ്കരാചാര്യനാണ്. അവിടെ അദ്വൈതം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് നോൺ ഡ്യുവൽ സ്റ്റേറ്റ്. അവിടെ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത് ദെയർ ഇസ് ഓൺലി ജീവാത്മ, ദാറ്റ് ഇസ് ഇൻഡിവിജ്വൽ സോൾ, ജീവാത്മ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ സോൾ, ആൻഡ് പരമാത്മ വിച്ച് ഇസ് ഓൾ പ്രിവൈഡിങ് ബ്രഹ്മൻ. അപ്പം ആദിശങ്കരൻ്റെ ആശയത്തിൽ അല്ലെങ്കിൽ കേവല അദ്വൈതത്തിൻ്റെ ആശയത്തിൽ ഇത് രണ്ടും ഒന്നാണ്. സോൾ ഇസ് നോട്ട് എ പാർട്ട് ഓഫ് സുപ്രീം സോൾ, ബട്ട് ഇറ്റ് ഇസ് സുപ്രീം സോൾ ഇറ്റ് സെൽഫ്. അതായത് ജീവാത്മാവെന്ന് പറയുന്നത് പരമാത്മാവിൻ്റെ ഒരു ഭാഗമല്ല, അത് പരമാത്മാവ് തന്നെയാണെന്നാണ് ആദിശങ്കരൻ പറഞ്ഞു വയ്ക്കുന്നത്. എന്ന് വച്ചാൽ ഇൻഡിവിജ്വൽ സോൾ വിൽ merge with ബ്രഹ്മ ആൻഡ് ബോത്ത് ആർ സെയിം. നമ്മൾ ഈ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്നത് പോലെ ഞാനും ബ്രഹ്മനും ഒന്നാകുന്നു, അല്ലെങ്കിൽ ഒന്നായി തീരുന്നു എന്നുള്ളൊരാശയമാണ് കേവല അദ്വൈതത്തിൽ പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കേവല അദ്വൈതത്തിൽ വേൾഡ് എന്ന് പറയുന്നത് ഒരു ഇല്യൂഷനാണ്, റിയലായിട്ടുള്ളത് ബ്രഹ്മൻ മാത്രമാണ്. അപ്പം ആ റിയാലിറ്റിയിലേക്ക് നോക്കിയുള്ളൊരു ഒരു വിശ്വാസ ശൈലിയാണ് കേവല അദ്വൈതത്തിലുള്ളത്. അത് ആദിശങ്കരൻ്റെയാണ്. എന്നാൽ വിശിഷ്ട അദ്വൈതത്തിലേക്ക് വരുമ്പോൾ അത് ആചാര്യൻ്റെ ഒരു ആശയമാണ്. വിശിഷ്ട അദ്വൈതത്തിലേക്ക് വരുമ്പോൾ ലോകത്തെ മുഴുവനും ബ്രഹ്മൻ്റെ ശരീരമായിട്ടാണ് കാണുന്നത്. അവിടെ അവർ പറയുന്നത് ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നില്ല. ദർ ഈസ് നോ അമാൽഗമേഷൻ ഓഫ് ഇൻഡിവിജ്വൽ സോൾ ആൻഡ് പരമാത്മ, ഓ ജീവാത്മ ആൻഡ് പരമാത്മ. അപ്പോൾ ആ അമാൽഗമേഷനിൽ അവർ വിശ്വസിക്കുന്നില്ല. അത് രണ്ടും രണ്ടായിട്ട് തന്നെ നിൽക്കുന്നു എന്നുള്ളൊരാശയമാണ്. അതേപോലെ വേൾഡ് ആൻഡ് ഇൻഡിവിജ്വൽ സോൾ ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ബ്രഹ്മൻ. ലോകവും ഓരോ ഇൻഡിവിജ്വൽ സോളും അല്ലെങ്കിൽ ഓരോ ജീവാത്മാവും പരമാത്മാവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള ഒരാശയമാണ് വിശിഷ്ട അദ്വൈതത്തിൽ രാമാനുജാചാര്യൻ പറഞ്ഞു വയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. വ്യത്യസ്തപരമായ രണ്ട് ആശയങ്ങളെയാണ് അവിടെ അവർ പറഞ്ഞു തരുന്നത്. അടുത്ത യൂണിറ്റിലേക്ക് വരുമ്പോൾ, അടുത്ത യൂണിറ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പിന്നെ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത് റിഫോമേഴ്സിനെ കുറിച്ചാണ്. റിലീജിയസ് ഓർ ഹിന്ദു റിലീജിയസ് റിഫോമേഴ്സ്, അവരെക്കുറിച്ചാണ് പറഞ്ഞു വയ്ക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ വായിച്ചാൽ എളുപ്പം മനസ്സിലാകുന്നത് കൊണ്ട് നമ്മുടെ സമയത്തിൻ്റെ പരിമിതി മൂലം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. മറിച്ച് നമ്മുടെ അടുത്ത യൂണിറ്റായ വിവിധ അല്ലെങ്കിൽ ഇതര മതങ്ങൾ എന്നുള്ള യൂണിറ്റിലേക്ക് പോവുകയാണ്. സോ ഹിയർ ദ ഫസ്റ്റ് ചാപ്റ്റർ ഇസ് ഓൾ അബൌട്ട് ഇസ്ലാമിസം. ഇസ്ലാം റിലീജിയനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ പറഞ്ഞു വയ്ക്കുന്നത് ക്രിസ്ത്യാനിറ്റിക്ക് ശേഷം ലോകത്തെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു റിലീജിയനാണ്. റിലീജിയൻ വിത്ത് ലാർജസ്റ്റ് ഫോളോവേഴ്സ് ഇൻ ദിസ് വേൾഡ് ആഫ്റ്റർ ക്രിസ്ത്യാനിറ്റി. അപ്പം ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം അനുസ്മരണം, സമർപ്പണം, ടു സബ്മിറ്റ് അവർ സെൽഫ് ഓർ ടു റിമെമ്പർ എന്നുള്ളതാണ് ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അതിൻ്റെ വലിയൊരു പ്രവാചകനാണ് മുഹമ്മദ് നബി. അദ്ദേഹത്തിൻ്റെ 40ാമത്തെ വയസ്സിൽ he got Quran via Gabriel and Gabriel taught him reading and writing. അങ്ങനെ ഗബ്രിയേൽ കൊടുത്ത ഖുറാൻ അത് വായിക്കാനും എഴുതാനും ഒക്കെ ഗബ്രിയേൽ തന്നെ പഠിപ്പിച്ചു എന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം. അവരുടെ ഏറ്റവും വലിയ ഒരു പ്രവാചകനായിട്ട് നാം കേട്ടിട്ടുള്ളതുപോലെ തന്നെ മുഹമ്മദ് നബി അദ്ദേഹമാണ് ഉള്ളത്. അവരുടെ റിലീജിയണിൽ
പ്രധാനമായ 4 അടിസ്ഥാന തത്വങ്ങളുണ്ട്. There are 4 basic aspects in the religion of Islam. First one is Quran. And the meaning of the term Quran is recitation, വായിക്കുക അല്ലെങ്കിൽ പാരായണം ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. ഖുറാനെ സംബന്ധിച്ച് നമ്മുടെ ബൈബിളിൽ ഉള്ളതുപോലെ തന്നെ ബൈബിളിലെ ചില ആശയങ്ങൾ നമുക്ക് ഖുറാനിൽ കാണുവാനായിട്ട് സാധിക്കും. Few sections from Old Testament, few aspects from New Testament, Apocrypha text, reference about Mashiach, Messiah, or even Jesus Christ, all can be seen over there. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പ്രധാനമായുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് they believe in the birth of Jesus Christ from virgin and even in the second coming, but they are not believing in the death and resurrection of Jesus Christ. അത് വിശ്വസിക്കുന്നത് നമ്മളാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അപ്പം we are talking about 4 basic aspects, and the first one is Quran, second one is Sunnah, that is traditions. അത് കൂടുതലും സുന്നി വിഭാഗം എന്ന മുസ്ലിങ്ങൾ ഫോളോ ചെയ്യുന്ന അവരുടെ പാരമ്പര്യങ്ങളാണ്. സോ ദേ ഓൾസോ ബിലീവ് ഇൻ ട്രഡീഷൻസ്. മൂന്നാമത് ഇജ്മ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതിൻ്റെ അർത്ഥം ടു കളക്ട് എന്ന ആശയമാണ്. അവിടെ whenever there is a confusion with regard to Quran as well as tradition, they will check the opinion of Islamic scholars. അത് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്. സോ whenever there is a confusion with regard to Quran or even tradition, then they will go and consult with Islamic scholars. There are people, exclusive people for that. അതിനുശേഷം നാലാമത് മറ്റൊരു ആശയം അവർ പറഞ്ഞു വെക്കുന്നത് ഖിയാസ് എന്ന് പറഞ്ഞ ഒരാശയമാണ്. ഖിയാസ് എന്നതിൻ്റെ അർത്ഥം ഊഹം അല്ലെങ്കിൽ നിഗമനം, ടു ഗസ് ഓർ ടു ഇൻഫർ എന്നുള്ള മീനിങ് ആണ്. അപ്പം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഫൈനൽ ഡിസിഷൻ. ഖിയാസ് എന്നുള്ളത് ഒരു ഫൈനൽ ഡിസിഷനാണ്. ഈ 3 കാര്യങ്ങൾ, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ഖുറാൻ, രണ്ടാമത് പറഞ്ഞ ട്രഡീഷൻ, മൂന്നാമത് പറഞ്ഞ ഇജ്മ, അത് സ്കോളേഴ്സിൻ്റെ ഒപ്പീനിയനാണ്. ഇതെല്ലാം വെച്ചിട്ടുള്ള ഒരു ഫൈനൽ ഡിസിഷൻ എന്നുള്ളതാണ് ഖിയാസ്. അപ്പോൾ അങ്ങനത്തെ ഫൈനൽ ഡിസിഷനും അവർക്ക് പ്രധാനപ്പെട്ടതാണ്. സോ വി ഡിസ്കസ് അബൌട്ട് 4 ആസ്പെക്ട്സ്. These are considered as the basic aspects in Islamism. First one is Quran, then second one is tradition, and the third one is ijma. The meaning of that is to collect. That's the opinion of Islamic scholars. And the fourth one is the final decision based on all those above 3 foundation. Those 3 foundation that we mentioned right now. After that, book is talking about the 5 pillars of ethics in Islamic religion. Islamic religionൽ ഒരു 5 pillars of ethics എന്നുള്ളത് പറയുന്നുണ്ട്. ഒന്ന് അവരുടെ creed of faith ആണ്. അവർക്കൊരു വിശ്വാസ പ്രമാണമുണ്ട്. നമുക്ക് വിശ്വാസ പ്രമാണം ഉള്ളതുപോലെ തന്നെ അവർക്ക് വളരെ ഷോർട്ടായിട്ട് ചെറുതായ ഒരു വിശ്വാസ പ്രമാണമുണ്ട്. അതിങ്ങനെയാണ്, there is no other God other than Allah. അല്ലാഹ് അല്ലാതെ മറ്റൊരു ദൈവമില്ല. മാത്രമല്ല മുഹമ്മദ് അത്യുന്നതനായ ദൈവത്തിൻ്റെ അപ്പോസ്തലനാണെന്ന് വിശ്വസിക്കുന്നുവെന്നും അവർ ഏറ്റു പറയുന്നുണ്ട്. അതാണ് അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഇറ്റ്സ് എ പ്രൊക്ലമേഷൻ ഓഫ് ഇസ്ലാമിക് റിലീജിയൻ. അതാണ് ഫസ്റ്റ് വൺ, അവരുടെ വിശ്വാസ പ്രമാണം. രണ്ടാമത് പറഞ്ഞു വയ്ക്കുന്നത് അവർക്ക് 5 നേരത്തെ നിസ്കാരം മസ്റ്റാണ്. നമുക്ക് വെട്ടിച്ചുരുക്കി പ്രാർത്ഥിക്കാമെങ്കിലും അവർക്ക് അങ്ങനെ ഒരു അവസരമില്ല എന്നുള്ളതാണ് അവരുടെ മതത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. 5 നേരം പ്രാർത്ഥിക്കുക എന്നുള്ളത് സലാത്ത് എന്നാണ് അതിന് പറയുന്നത്. 5 നേരത്തെ നിസ്കാരം അവർക്ക് നിർബന്ധമാണ്. 5 നേരമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് രാവിലെ മോർണിംഗ്, നൂൺ ആൻഡ് 3 PM. One is after sunset and the other before sleep. അങ്ങനെ 5 നേരത്തെ നിസ്കാരമാണ്. രാവിലെ, ഉച്ച കഴിഞ്ഞുള്ള 3 മണിക്ക്, പിന്നെ സൂര്യാസ്തമത്തിന് ശേഷം, അവസാനം ഉറങ്ങുന്നതിന് മുമ്പായിട്ടുള്ളത്. മൂന്നാമത്തെ ആശയം സക്കാത്ത് എന്ന് പറയുന്ന ആശയമാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഒരുവൻ്റെ വരുമാനത്തിൻ്റെ 2.5%, നമ്മൾ ദശാംശം എന്ന് പറയുമ്പോൾ ഇവരവിടെ 2.5% അത് പാവങ്ങൾക്ക് ഒരു ഗിഫ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു ദാനധർമ്മത്തിന് വേണ്ടി കൊടുക്കണമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. എന്നാൽ അതിന് വെച്ചിരിക്കുന്ന ഒരു മാനദണ്ഡം
ദിസ് എമൗണ്ട് കനോട്ട് ബി യൂസ്ഡ് അതർ ദാൻ ദാറ്റ്. പള്ളി പണിയാനോ മോസ്ക് പണിയാനോ ഈ സക്കാത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പണം കൊടുക്കുവാൻ സാധ്യമല്ല. അത് സക്കാത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കണം. എന്നാൽ മറ്റാവശ്യങ്ങൾക്ക് മറ്റ് പണം ഉപയോഗിക്കണമെന്നാണ്. അതേപോലെ ബെറിയൽ നടത്താനായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ മരിച്ചുപോയ ഒരാളുടെ കടം തീർക്കാൻ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു സ്ലേവിനെ വാങ്ങിക്കാൻ, അന്നത്തെ സാമൂഹിക പശ്ചാത്തലമൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ ഒരു സ്ലേവിനെ വാങ്ങിക്കാൻ അത് ഉപയോഗിച്ച് പറ്റില്ല എന്നുള്ള ആശയങ്ങളൊക്കെ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊരു എക്സ്ക്ലൂഷൻ ഉള്ളത്, കടമുള്ളവന് ഇതിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിരിക്കുക, അവനിത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 5 പില്ലറുകളിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. ഫസ്റ്റ് വൺ ഇസ് ക്രീഡ് ഓഫ് ഫെയ്ത്ത്, ഫോർത്ത് വൺ ഇസ് സലാത്ത്, ദാറ്റ് ഇസ് 5 times prayer, third one is zakat, that we need to give 2.5% of our income as gift to poor and needy people, and fourth one is റോസ. 4ാമത്തത് റോസ എന്ന് പറഞ്ഞതാണ്. അത് അവരുടെ ഫാസ്റ്റിംഗ് ആണ്. നമുക്കറിയാം റംസാനിലുള്ള അവരുടെ ഫാസ്റ്റിംഗ് അതും വളരെ പ്രധാനപ്പെട്ടതാണ്. പകല് മാത്രം ഫാസ്റ്റ് ചെയ്യുന്ന ഒരു ശൈലിയാണ് അവർക്കുള്ളത്. കുട്ടികളെയും അതുപോലെ തന്നെ അസുഖമുള്ളവരെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ അവർ പിന്നീട് അസുഖമുള്ളവർ അസുഖം ഭേദമായതിനു ശേഷം പിന്നീട് ഇത് ചെയ്യണമെന്നും പറയപ്പെടുന്നുണ്ട്. 5ാമത് അവർക്ക് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതായുള്ള മറ്റൊരു കാര്യം ഹജ്ജിന് പോവുക എന്നുള്ളതാണ്. ഇറ്റ്സ് എ പിൽഗ്രിമേജ് ടുവേർഡ്സ് മെക്ക. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ലൈഫ് ദേ നീഡ് ടു ഡൂ ദാറ്റ്. ഇനി ഒരാൾക്കത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അവർക്കത് പ്രോക്സി ചെയ്യാം. മറ്റൊരാളെ വഴി അവർക്ക് ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം, അല്ലെങ്കിൽ ഒരാളെ അതിനുവേണ്ടി പറഞ്ഞു വിടാൻ എന്നുള്ള ഒരു കാര്യമൊക്കെ അവർക്കുണ്ട്. അതിനുശേഷം പറയുന്നത് സിഖ് മതത്തെക്കുറിച്ചാണ്. ഗുരുനാനാക്കിനാൽ സ്ഥാപിതമായ 16ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ സിഖ് മതം. സിഖ് religion is founded by Guru Nanak in 16th century, and according to that particular religion there are 10 gurus including Guru Nanak, but after the 10th guru, Guru Granth Sahib became the eternal guru. അവരുടെ ടെക്സ്റ്റാണ് ഗുരു ഗ്രന്ഥ സാഹിബ്. അതൊരു ഗുരുവായിട്ട് മാറുകയാണ്. എന്നാൽ അവർക്കുണ്ടായ പീഡനങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടുവാനായിട്ട് അവരുടെ ഗുരുക്കന്മാരെയൊക്കെ കൊന്നു കളഞ്ഞപ്പോൾ 10ാമത്തെ ഗുരുവിൻ്റെ ഒരു തീരുമാനമാണ്, ഫ്രം or after me there is only one guru, eternal guru, and that is Guru Granth Sahib, and that is their religious text. അവരെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും രസകരമായൊരു കാര്യം, സിഖ് റിലീജിയൻ ഇസ് ദ കോമ്പിനേഷൻ ഓഫ് ഹിന്ദുയിസം ആൻഡ് ഇസ്ലാമിക് റിലീജിയൻ. ഇസ്ലാമിൽ നിന്നുള്ള ആശയവും ഹിന്ദു മതത്തിൽ നിന്നുള്ള ആശയവും രണ്ടും കൂടി ചേർന്നുള്ള ഒരു മത വിഭാഗമാണ്, അല്ലെങ്കിൽ മത അനുസാരമാണ് സിഖ് മതത്തിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. അവിടെ ഹിന്ദു മതത്തിൽ നിന്ന് അവരെടുത്തിരിക്കുന്നത് കർമ്മം, റീബർത്ത് അല്ലെങ്കിൽ പുനർജന്മം, അതിൽ നിന്നുള്ള മന്ത്രങ്ങൾ, ഇതൊക്കെയാണ് അവർ ഹിന്ദു മതത്തിൽ നിന്ന് എടുത്തേക്കുന്നത്. സോ ദേ ടുക്ക് കർമ്മ, റീബർത്ത് ആൻഡ് മന്ത്രാസ് ഫ്രം ഹിന്ദു റിലീജിയൻ, ആൻഡ് ദേ ടുക്ക് ദ ടെക്സ്റ്റ് ഫ്രം Islamic religion, not the text as it is, but instead of Quran they have Guru Granth Sahib, and moreover instead of Muhammad Nabi they have Guru Nanak. So ആ 2 ആശയങ്ങൾ അവർ ഇസ്ലാമിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല ഇവർ ഏകദൈവ വിശ്വാസികളുമാണ്. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. അടുത്തത് പാർസി റിലീജിയനെ കുറിച്ചാണ്, അല്ലെങ്കിൽ സ്വരാഷ്ട്രനിസം എന്നുള്ള റിലീജിയനെ കുറിച്ചാണ് അടുത്തത് പറഞ്ഞു വയ്ക്കുന്നത്. അത് പേർഷ്യയിൽ ഉടലെടുത്ത, ക്രിസ്തുവിനൊക്കെ മുമ്പ് തന്നെ പേർഷ്യയിൽ ഉടലെടുത്ത ഒരു റിലീജിയനായിട്ട് അതിനെ കാണുന്നുണ്ട്. ഈവൻ ബിഫോർ ക്രൈസ്റ്റ്. അവരും ഏകദൈവ വിശ്വാസികളാണ്. അതാണ് അവരുടെയും മറ്റൊരു പ്രത്യേകത. അവർക്കൊരു പേർഷ്യൻ ദൈവമാണുള്ളത്. ഓർമാസ്റ്റ് എന്നറിയപ്പെടുന്ന അവരുടെ പേർഷ്യൻ ദൈവം, അല്ലെങ്കിൽ അഹുരസ്മത എന്നുള്ള അവരുടെ ദൈവത്തിൻ്റെ ആ ഏകദൈവത്തിൽ മാത്രമാണ് അവർ വിശ്വസിക്കുന്നത്. മാത്രമല്ല അവെസ്ത എന്നുള്ള, അല്ലെങ്കിൽ വിജ്ഞാനം എന്നറിയപ്പെടുന്നതാണ് അവരുടെ പ്രധാനമായിട്ടുള്ള വേദഗ്രന്ഥം. അതാണ് പാർസികളെക്കുറിച്ച്
പ്രധാനമായിട്ടുള്ളത്. ബോംബെയിലൊക്കെ വളരെ കോമൺ ആയിട്ട് പാർസികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ മറ്റൊരു രസകരമായ കാര്യമെന്ന് പറയുന്നത് മരണാനന്തര ജീവിതത്തിൽ അവർ വിശ്വസിക്കുന്നുള്ളതാണ്. മാത്രമല്ല അവരുടെ ശവസംസ്കാര രീതിയും വ്യത്യസ്തമാണ്. ഡെഡ് ബോഡി അവർ കഴുകന്മാർക്ക് കൊടുക്കുന്ന ഒരു ശൈലിയുണ്ട്. കഴുകർ വന്ന് അതിനെ കൊത്തിപ്പറിക്കുന്നു എന്നുള്ള ഒരു ആശയം അവർക്കുണ്ട്. അടുത്തത് പറഞ്ഞു വയ്ക്കുന്നത് ജൈന മതത്തെക്കുറിച്ചാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ വർദ്ധമാന മഹാവീരനാണ് ജൈന മതത്തിൻ്റെ ഉപജ്ഞാതാവ്. അദ്ദേഹമാണത് തുടങ്ങി വയ്ക്കുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എത്തീസമാണ്, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ജൈന മതാനുസാരികൾ. എന്നാൽ ദൈവമില്ല എന്ന് പറയുമ്പോഴും സാധാരണ മനുഷ്യർക്ക് ആരാധിക്കാൻ ഒരു ദൈവത്തെ വേണമെന്നുള്ളത് കൊണ്ട് വർത്തമാന മഹാവീരനെ അവർ ആരാധിക്കുന്നുവെന്നാണ് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. വളരെ ഏറ്റവും പ്രധാനമായ മറ്റൊരാശയം, അക്കോർഡിംഗ് ടു ദം ദ മോസ്റ്റ് നോബ്ലസ്റ്റ് ഡോക്ട്രിൻ ഓഫ് മൊറാലിറ്റി ഈസ് അഹിംസ. ഒന്നിനെയും ഹിംസിക്കാതെ ജീവിക്കുക, ഒന്നിനെയും കൊല്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് അവരേറ്റവും വലിയ സന്മാർഗ പ്രമാണമായിട്ട് കണക്കാക്കുന്നത്. ഏറ്റവും വലിയ സന്മാർഗ പ്രമാണം എന്ന് പറയുന്നത് അഹിംസയായിട്ട് അവർ വിശ്വസിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് സന്യാസിമാരും 2 വിഭാഗത്തിലുള്ള ജൈനമതാനുസാരികളുണ്ട്. ശ്വേതാംബരും ദിഗംബരും. ശ്വേതാംബര് വെള്ള വസ്ത്രം ധരിച്ചിട്ട് നടക്കുന്നവരാണ്. ദിഗംബരർ ഇനീഷ്യലി അവർ ഡ്രസ്സ് ഇടാതെ നടന്നവരാണ്. ഇപ്പോഴവർ വസ്ത്രം ധരിക്കുന്ന ഒരു ശൈലിയിലേക്കൊക്കെ വന്നിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. ഏകദേശം 10 ലക്ഷം ജൈനൻ 2 ദശലക്ഷം എന്ന് പറയുമ്പോൾ ഏകദേശം 20 ലക്ഷം ജൈനന്മാരുണ്ടെന്നാണ് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു കണക്ക്. അതിനുശേഷം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ബുദ്ധമതത്തെക്കുറിച്ചും കൺഫ്യൂഷ്യസിൻ്റെ മതത്തെക്കുറിച്ചുമാണ്. ബുദ്ധമതം നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഗൗതമ ബുദ്ധൻ, അദ്ദേഹമാണ് ബുദ്ധമതത്തിൻ്റെ പ്രധാന അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അവർ ജീവിതത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ നന്മയിലേക്ക് വരാനുള്ള 8 മാർഗങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട മതമായിട്ട് മാറുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ബുദ്ധന് എൻലൈറ്റ്മെൻറ്റ് ഉണ്ടായതിന് ശേഷം അദ്ദേഹത്തിന് വരുന്ന ആശയങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രധാന പഠിപ്പിക്കലെന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, ബുദ്ധം ശരണം ഗച്ഛാമി. ബുദ്ധനെ ആരാധിക്കാൻ പാടില്ല എങ്കിലും ബുദ്ധനെ ശരണപ്പെടുന്നു. So they submit themselves towards Buddha even though they are not supposed to go with they are not supposed to pray to Buddha. ആ ഒരു ആശയം അല്ലെങ്കിൽ ഒരു രക്ഷകൻ എന്നുള്ളൊരു ആശയം അവിടെ ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത്, ധർമ്മം ശരണം ഗച്ഛാമി. അവരെല്ലാം തന്നെ ധർമ്മത്തിലാണ് അഭയം തേടുന്നത്. ഹിന്ദു മതത്തിലും ധർമ്മമാണ് ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് പോലെ ധർമ്മം, വെർച്യൂ, റൈറ്റസ്നെസ്, ദാറ്റ് ദേ ആർ ഇൻ ടു റൈറ്റസ്നെസ്. ആൻഡ് മൂന്നാമത്തേത് സംഘം ശരണം ഗച്ഛാമി. അവർക്ക് ബുദ്ധമതത്തിൽ പ്രധാനമായിട്ടും സന്യാസിമാരുണ്ട്, സന്യാസ ശിഷ്യന്മാരുണ്ട്. ആ സന്യാസ ശിഷ്യത്തിൻ്റെ സംഘങ്ങളുണ്ട്. ആ സംഘത്തിലും അവർ ശരണപ്പെടുന്നു. ഈ 3 ആശയങ്ങളാണ് അവർക്ക് പ്രധാനമായിട്ട് ഉള്ളത്. ഇവർക്ക് 2 വിഭാഗങ്ങളുണ്ട്, മഹായാന, ഹീനയാന. നമുക്ക് എവർക്കും അറിയാവുന്നതുപോലെ എവിടെല്ലാം മതങ്ങളുണ്ട് ആ മതത്തിന് വിഭാഗങ്ങളുണ്ട്, വിഭാഗീയതകളുണ്ട്. there are divisions and segregation everywhere. അതിനുശേഷം പറയുന്നത് കൺഫ്യൂഷ്യസിൻ്റെ മതമാണ്. ചൈനയിൽ ഏറ്റവും പുരാതനമായിട്ട് ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു മതമാണ് കൺഫ്യൂഷ്യസിൻ്റെ മതം അല്ലെങ്കിൽ കൺഫ്യൂഷ്യസ്. ഇദ്ദേഹവും ക്രിസ്തുവിന് മുമ്പായിട്ട് ഉണ്ടായ ഒരു മതമാണ്. അവർക്കും വേദങ്ങൾക്ക് സമാനമായ കാര്യങ്ങളും വേദങ്ങൾക്ക് സമാനമായ ആശയങ്ങളുമൊക്കെ ഉണ്ട്. അത് പ്രധാനമായിട്ടും കൺഫ്യൂഷ്യസ് എഴുതിയതാണ് എന്നുള്ളതാണ്. അവർക്ക് മന്ത്രങ്ങളും
മറ്റ് കാര്യങ്ങളുമൊക്കെ ഉള്ളതാണ് അവരുടെ ഒരു ഹൈന്ദവ മതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആശയം എന്ന് തന്നെ നമുക്കതിനെ പറയുവാനായിട്ട് സാധിക്കും. ഇനിയും അതിനുശേഷം മൂന്നാമത്തെ യൂണിറ്റിലേക്ക് പോകുമ്പോൾ തിയോളജിയെക്കുറിച്ചും എത്തിക്കൽ ആസ്പെക്റ്റിനെ കുറിച്ചുമാണ് പറയുന്നത്. ഒരു മോറൽ തിയോളജി ആസ് വെൽ ആസ് എത്തിക്കൽ ആസ്പെക്റ്റ്. നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ശരി തെറ്റുകളെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ള ആശയങ്ങളാണ് പ്രധാനമായിട്ടും മൂന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നിക്കോമാക്കിയൻ എത്തിക്സിനെ കുറിച്ച് പറഞ്ഞാണ് തിരുമേനി ആരംഭിക്കുന്നത്. അരിസ്റ്റോട്ടലിൻ്റെ കാലത്ത് അല്ലെങ്കിൽ അരിസ്റ്റോട്ടിനാൽ എഴുതപ്പെട്ട നിക്കോമാക്കിയൻ എത്തിക്സ് ഒരു ധർമ്മശാസ്ത്രം. ആ ധർമ്മശാസ്ത്രത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് അല്ലെങ്കിൽ അതിനെ തുടർന്ന് മറ്റ് ധർമ്മശാസ്ത്രങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളൊരാശയം. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കാതലായിട്ടുള്ളത് എന്ന് പറയുന്നത് ദൈവ വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ധർമ്മശാസ്ത്രം. കാൾ ബാത്തിൻ്റെ ആ ഒരാശയം തന്നെയാണ് ക്രിസ്ത്യാനികളായ നമ്മൾക്ക് പിൻപറ്റുവാനുള്ളത് എന്നാണ് പറഞ്ഞു വയ്ക്കുവാൻ ശ്രമിക്കുന്നത്. ദാറ്റ് മീൻസ് വി നീഡ് an ethics based on the word of God. വേർഡ് ഓഫ് ഗോഡിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു എത്തിക്കൽ ശൈലി നമുക്കുണ്ടാവണം. എത്തിക്സ് എന്ന് പറയുമ്പോൾ അതൊരു കോഡ് ഓഫ് കണ്ടക്റ്റാണ്. എത്തിക്സ് എന്നുള്ളൊരു ഗ്രീക്ക് വാക്കിന് മൊറാലിറ്റി എന്നൊക്കെ അർത്ഥം, അല്ലെങ്കിൽ ഈത്തോസ് എന്ന വാക്കിന് സ്വഭാവം, പെരുമാറ്റം. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബിഹേവിയർ ദാറ്റ് വി ഹാവ് ടു ഫോളോ. രണ്ട് ആശയങ്ങളെയാണ് തിരുമേനി ഇവിടെ പറഞ്ഞു വയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് മോറൽ തിയോളജി. മോറൽ തിയോളജി എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എ പ്യൂരിഫിക്കേഷൻ ഓഫ് എൻ ഇൻഡിവിജ്വൽ. വ്യക്തി ജീവിതത്തിൻ്റെ പവിത്രീകരണ മാർഗങ്ങളാണ്. സോ ഹൗ വി ക്യാൻ പ്യൂരിഫൈ ആർ പേഴ്സണൽ ഇൻഡിവിജ്വൽ ലൈഫ്. ദാറ്റ് ഇസ് മോർ അബൌട്ട് മോറൽ തിയോളജി. പിന്നെ വരുന്നത് എത്തിക്സ് ആണ്. എത്തിക്സിനെ കുറിച്ച് പറയുമ്പോൾ അത് സോഷ്യൽ ആസ്പെക്റ്റാണ്. ഒരു സാമൂഹിക ജീവിതത്തിൽ എങ്ങനെ നന്മയോടുകൂടി ജീവിക്കാം എന്നുള്ള ആശയങ്ങളെയാണ് എത്തിക്സ് സംസാരിക്കുന്നത്. സോ എത്തിക്സ് ഇസ് മോർ ഇൻ ടു സോഷ്യൽ ആസ്പെക്ട്. അറ്റ് ദ സെയിം ടൈം മോറൽ തിയോളജി ഈസ് ഫോക്കസിങ് ഓൺ ദ ഇൻഡിവിജ്വൽ ട്രാൻസ്ഫർമേഷൻ, എസ്പെഷ്യലി ഹൗ വി ക്യാൻ ഇംപ്രൂവ് അവർ ലൈഫ് ടുവേർഡ്സ് ഗോഡ് എന്നുള്ള ആശയമാണ്. ഇവിടെ അഭിനന്ദനായ ഉസ്താദ് തിരുമേനി പറഞ്ഞു വെക്കുന്നത് നമ്മുടെ സമൂഹത്തിലുള്ള ഇനീക്വാലിറ്റീസ് അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷന് അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ദൈവസന്നിധിയിൽ സന്മാർഗികപരമായൊരു ജീവിതം നമുക്കുണ്ടാകാം, അല്ലെങ്കിൽ അതിലേക്ക് തിരിയാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. സ്വജനപക്ഷപാതവും കറപ്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു ശൈലി. സോ എത്തിക്സ് ഇസ് സംതിങ് വാട്ട് ഇസ് റൈറ്റ്. വി നീഡ് ടു എക്സ്പ്ലോർ വാട്ട് ഇസ് റൈറ്റ്, വാട്ട് റൈറ്റ് വി ഹാവ് ടു ഡു. അവിടെ തിരുമേനി പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നതാണ് ദൈവഹിതമാണ് നന്മ. വാട്ട് ഈസ് റൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവഹിതമാണ് നന്മ. ദ വിൽ ഓഫ് ഗോഡ് ഈസ് റൈറ്റ് ആൻഡ് ദാറ്റ് ഈസ് ദ എത്തിക്കൽ ആസ്പെക്ട് വി നീഡ് ടു ഫോളോ. അപ്പോൾ എങ്ങനെയാണ് ദൈവഹിതത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? ദൈവഹിതത്തെ തിരിച്ചറിയാൻ പറ്റുന്നത് നമ്മുടെ മനസാക്ഷിയിലൂടെയാണ്. ത്രൂ അവർ കോൺഷ്യസ്നെസ് വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ വിൽ ഓഫ് ഗോഡ് ആൻഡ് വി നീഡ് ടു ഫോക്കസ് ആൻഡ് വി നീഡ് ടു ലീവ് അക്കോർഡിംഗ് ടു ദാറ്റ്, ആൻഡ് ദാറ്റ് ഈസ് എ ബേസിക് ആസ്പെക്ട് മെൻഷൻ ഇൻ ദീസ് പർട്ടിക്കുലർ ചാപ്റ്റേഴ്സ്. ഇവിടെ ഉദ്ദേശശുദ്ധി ഒരു പ്രധാന ആശയമാണ്. സോ വൈൽ വി ഡു സംതിങ് ഫ്രം അവർ ഹാർട്ട് we need to do good for other people. Need not to be cunning. If we are doing something, we need to do that not for the sake of doing, but out of our heart, out of willingness, we need to do that. For example, നമ്മൾ ഒരാളിനെ സഹായിക്കുക, അവിടെ ഫ്രാൻസിസ് പറയുന്നത് പോലെ സ്വർഗം കിട്ടാൻ വേണ്ടി സഹായിച്ചിട്ട് കാര്യമില്ല. മറിച്ച് നല്ലത് ചെയ്യുവാനുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ വി നീഡ് ടു ഹാവ് എ കൈൻഡ് ഓഫ് വില്ലിങ്നെസ് ടു ഡു ഓൾ ദോസ് ആസ്പെക്ട് ഫ്രം അവർ ഹാർട്ട്. സോ നെവർ ഡു തിങ്സ് ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് ദാറ്റ്. അങ്ങനെ ഉള്ള ആശയങ്ങളെയാണ് തിരുമേനി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പം പ്രധാനമായിട്ടും നെവർ ഡു ഈവിൽ ടു അതേഴ്സ്.
മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാതെ നന്മ ചെയ്ത് ജീവിക്കുക. പലപ്പോഴും ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് തിന്മയായിട്ട് പരിഗണിച്ചേക്കാം. എന്നാലും വി ഷുഡ് നോട്ട് ഡൂ ദാറ്റ് ഇൻറ്റൻഷനലി. നമ്മുടെ ഇൻറ്റൻഷനാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. സോ നെവർ എവർ ഡൂ ബാഡ് തിങ്സ് ഓർ ഈവിൾ തിങ്സ് ഫോർ അതേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നന്മ, തിന്മ, ദൈവഹിതം ഇതിനെയൊക്കെ നമ്മൾ തിരിച്ചറിയുവാനായിട്ട് ശ്രമിക്കണം. അതേപോലെ തിരുമേനി പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരാശയം ഇക്വാലിറ്റിയാണ്. തിരുമേനിയുടെ ഒരു 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 സാഹോദര്യമുള്ള, എല്ലാവരും ഒന്നായി ചേർന്ന് നിൽക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ, നമ്മൾ അദ്വൈത സിദ്ധാന്തത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതിലൊക്കെ ഇൻസ്പയർഡ് ആയ തിരുമേനി അത്രൈത ദൈവശാസ്ത്രത്തിലേക്കാണ് തിരുമേനി തിരിഞ്ഞിരിക്കുന്നത്. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ദൈവവിശ്വാസം, അതിനെയാണ് തിരുമേനി ഇവിടെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ തിരുമേനി സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സൊസൈറ്റിയെയും ഹ്യൂമൻ ബീങ്സിനെയും തമ്മിൽ ലിങ്ക് ചെയ്ത് നിർത്തുന്നതാണ് സ്നേഹം. ഒരു മനുഷ്യനെയും ആ മനുഷ്യൻ്റെ സമൂഹത്തിൽ ജീവിക്കുന്ന മറ്റെല്ലാത്തിനെയും ലിങ്ക് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനമായ കാര്യമാണ് സ്നേഹമെന്ന് തിരുമേനി പറഞ്ഞു വയ്ക്കുകയാണ്. ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ ജീവിക്കണം. സോ വി നീഡ് ടു ഫോക്കസ് ഓൺ ലവ്, ആൻഡ് ലവ് ഈസ് ആക്ച്വലി ഇൻക്ലൂഡിങ് എവ്രി വൺ. It's considering everyone, and love is a link between society and its people, or even the individual living over there. അപ്പം ഒരു സമൂഹത്തെയും അവിടെ ജീവിക്കുന്ന ആളുകളെയും തമ്മിൽ ലിങ്ക് ചെയ്യുന്നതാണ് സ്നേഹം. ആ സ്നേഹം ദൈവമാണ്. ആ സ്നേഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഉദ്ദേശശുദ്ധിയും ദൈവഹിതത്തെ തിരിച്ചറിയുവാനൊക്കെ സാധിക്കുമെന്നുള്ള ആശയങ്ങളിലേക്കാണ് തിരുമേനി നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. അതിനുശേഷം തിരുമേനി നമ്മുടെ പ്രൊഫഷണൽ എത്തിക്സിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. ഈവൻ ഫോർ ഡോക്ടേഴ്സ് ദേ ഹാവ് പ്രൊഫഷണൽ എത്തിക്സ്. ഫോർ എവറി പ്രൊഫഷൻ ദർ ഇസ് കോഡ് ഓഫ് കണ്ടക്ട് ടു ഫോളോ. അപ്പം അനീതിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ നീതിയിൽ അടിസ്ഥാനപ്പെടുത്തി നീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള വലിയൊരു ആഹ്വാനമാണ് ഇവിടെ തിരുമേനി നമുക്ക് പറഞ്ഞു തരുന്നത്. അതിലേക്ക് തിരിയാനായിട്ട് വി നീഡ് വേർഡ് ഓഫ് ഗോഡ്. ആ വിർച്യുവിലേക്ക്, ആ എത്തിക്സിലേക്ക്, ആ കോഡ് ഓഫ് കണ്ടക്റ്റിലേക്ക് വരാൻ വി നീഡ് വേർഡ് ഓഫ് ഗോഡ്. സോ ദാറ്റ്സ് വൈ വി നീഡ് എത്തിക്സ് ഓൺ ബേസിസ് ഓഫ് വേർഡ് ഓഫ് ഗോഡ്. പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തും. നമ്മളെ എല്ലാ സത്യത്തിലും വഴി നടത്തുന്നത് ഹോളി സ്പിരിറ്റാണ്. ഹോളി സ്പിരിറ്റ് ഇസ് ദെയർ ടു ഗൈഡ് അസ് ത്രൂ ട്രൂത്ത്. സത്യത്തിലാണ് നമ്മളെ വഴി നടത്തുന്നത്. അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നാം ദൈവഹിതത്തിൽ ആശ്രയിച്ച് ദൈവഹിതത്തെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. സോ ദൈവഹിതത്തിന് അത്രയേറെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാന ആശയം. സോ ബിയോണ്ട് ആർ വിൽ വി നീഡ് ടു ഫോക്കസ് ഓൺ ദ വിൽ ഓഫ് ഗോഡ്, ആൻഡ് ത്രൂ പ്രേയർ വി നീഡ് ടു ഫീൽ ദാറ്റ്, വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, ആൻഡ് ദാറ്റ് ഇസ് ദ പവർ ഓഫ് ക്രിസ്ത്യൻ എത്തിക്സ്. അതാണ് തിരുമേനി ഇവിടെ പറഞ്ഞു വയ്ക്കുന്ന പ്രധാനമായൊരു ആശയം. ഇവിടെ പിന്നെ പറയുന്നത് ദൈവം ചെയ്തതെല്ലാം നല്ലതെന്നാണ്. ഈവൻ ദ ക്രിയേഷൻ, ആഫ്റ്റർ ക്രിയേഷൻ ഗോഡ് കൺസിഡേർഡ് എവറിഥിങ് ആസ് ഗുഡ്. ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് ക്രിയേഷൻ ഇസ് ഗുഡ്. ദൈവം എല്ലാം നല്ലതെന്നാണ് കണ്ടത്. അപ്പം ചുരുക്കം പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ്, നന്മയാണ്. നന്മ മാത്രമാണ് ദൈവം സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിക്കാത്തതെല്ലാം തന്നെ തിന്മയും അന്ധകാരമാണ്. അല്ലെങ്കിൽ തിന്മയും അന്ധകാരം മാത്രമാണ് ദൈവം സൃഷ്ടിച്ചിട്ടില്ലാത്തത്. ബാക്കിയെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്. സോ ഇൻ ദാറ്റ് കേസ് all evil aspect will end accordingly, because it's not God's creation. God created only which is good, which is perfect. അതാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ പ്രത്യേകത. അപ്പം അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള നല്ലതിനെ അറിയുക, നല്ലതിനെ മനസ്സിലാക്കുക, നല്ലതിലേക്ക് തിരിയുക എന്നുള്ള ആശയമാണ് ഇവിടെ പ്രധാനമായിട്ടും തിരുമേനി പറഞ്ഞു വയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ പറയുന്നൊരാശയം, ദൈവം ഇസ്രായേലിന് കൊടുത്ത വലിയൊരു ഉടമ്പടിയാണ്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുക. ലൈക്ക് ഐ ആം പെർഫെക്റ്റ്, ഐ വാണ്ട് യു ടു ബി പെർഫെക്റ്റ്. ലൈക്ക് ഗോഡ് ഇസ് പെർഫെക്റ്റ്, ഗോഡ് വുഡ് ലൈക്ക് ഈച്ച് ഓഫ് അസ് ടു ബി പെർഫെക്റ്റ്. ഇത് അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും ഒക്കെ കൊടുത്ത നിയമം, അത് ഇസ്രായേൽ മക്കൾക്ക് ഉടനീളമായിട്ട് ലഭിച്ച ആ നിയമം,
അത് നമുക്കും ബാധകമാണ് എന്നുള്ളതാണ്. സോ ദൈവത്തിൽ ആശ്രയിക്കുന്ന നമ്മൾ, ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ ഏറ്റവും വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ദൈവവും സഭയും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിശുദ്ധിയിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ തെറ്റിലേക്ക് പോകാതെ, നമ്മുടെ മനസാക്ഷിക്ക് അതീതമായി തെറ്റ് ചെയ്യാതെ ദൈവത്തിൽ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നീക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ആമോസിനെ കൂട്ടുപിടിച്ച് തിരുമേനി നീതിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നീതിയുടെ പ്രവാചകനായ ആമോസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ സുഖലോലുപതയൊക്കെ, നമ്മുടെ എക്സ്ട്രീം ലക്ഷറിയൊക്കെ ശിക്ഷാർഹമാണെന്ന് തിരുമേനി പറഞ്ഞു പഠിപ്പിക്കുക. അദ്ദേഹം ജീവനോടിരുന്ന കാലത്തും പറഞ്ഞതും പഠിപ്പിച്ചതൊക്കെ അതാണ്. നമുക്കത് കേൾക്കുന്നത് അത്ര ഇഷ്ടമല്ലെങ്കിലും വി ഓൾ ആർ ഇൻ ടു ടെക്നോളജി, വി ഓൾ ആർ ഇൻ ടു ലക്ഷറി, വി ആർ ഇൻ ടു ദാറ്റ്, റൈറ്റ്? അമിതമായ സുഖലോലുപത തീർച്ചയായിട്ടും അത് ശിക്ഷാർഹമാണ്. കാരണം അത്രയും പോലും ഇല്ലാത്ത ഒരുപാട് ആളുകൾ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്യാമ്പിന് ഇവിടെ സഫാലയിൽ വന്നിരിക്കുക. ഇവിടെ വന്ന ഇവിടുത്തെ മനുഷ്യരുടെ ജീവിതവും ഇവിടുത്തെ ശൈലികളും കാണുമ്പോൾ നമുക്ക് കിട്ടിയതൊക്കെ ഒത്തിരിയാണല്ലോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ദർ ഈസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ, എക്സ്ട്രീം ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ. അക്കോർഡിംഗ് ടു തിരുമേനി, റിച്ച് പേഴ്സൺ ഇസ് ബിക്കമിങ് റിച്ചർ ആൻഡ് പുവർ ഇസ് ബിക്കമിങ് പുവർ. അതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന് വിപരീതമായിട്ട് മറ്റുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടി വി നീഡ് ടു ഡു സംതിങ്. We need to help others, and we need to uplift our society or even the poor people living around us. ആ ഒരു നീതിയുടെ ആശയത്തിലേക്ക് നാം കടന്നു വരണം. നീതിയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം തുല്യമായിട്ട് കൊടുക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ മന്നയെക്കുറിച്ച് പറയുമ്പോൾ ദൈവം തന്നതാണ്, ദൈവം സ്വർഗത്തിൽ നിന്ന് തന്നതാണ് മന്ന എന്ന് പറയുന്ന ഭക്ഷണം. ആ മന്ന എന്ന് പറയുന്ന ഭക്ഷണം എല്ലാവർക്കും തുല്യമായാണ് ലഭിക്കുന്നത്. കൂടുതൽ പറക്കിയവന് കൂടുതൽ കിട്ടുന്നില്ല. എന്നാൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ കറൻറ്റ് വേൾഡ്, വി ആർ എക്സ്പ്ലോയിറ്റിംഗ് അതേഴ്സ് ഈവൻ ദോ സംതിങ് ഇസ് ആക്ച്വലി ഇറ്റ്സ് ബിലോങ്ങിങ് ടു ദി അതർ പേഴ്സൺ, ബട്ട് വി ആർ ഹാപ്പി ടു എക്സ്പ്ലോയിറ്റ് ആൻഡ് വി ആർ ഹാപ്പി ടു അക്യുമുലേറ്റ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അവർ സൊസൈറ്റി റൈറ്റ് നൗ. എന്നാൽ അതിനൊരു മാറ്റമുണ്ടാകണം. അതാണ് ഈ പുസ്തകത്തിലൂടെ, ഈ പുസ്തകം നമുക്ക് വായിക്കുമ്പോൾ ഒരാശയം നമുക്ക് മനസ്സിലാകുവാനും ആ ആശയത്തിലേക്ക് തിരിയുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ ആശയങ്ങളുടെ ഏറ്റവും കാതലായ അതിലേക്ക് തിരിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇവിടെ ആമോസ് പറയുന്നതാണ്, ദൈവത്തിൽ അധിഷ്ഠിതമായിട്ട് ആമോസ് പറയുന്നതാണ്, മനുഷ്യ നല്ലതെന്തെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കുവാനും നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടിരിപ്പാനുമല്ലാതെ ദൈവം നിന്നോട് ചോദിക്കുന്നത് എന്താണ്? നല്ലതെന്താണെന്ന് ദൈവം കാണിച്ചു തരുന്നുണ്ട്. ദൈവഹിതത്തെ നാം കണ്ടെത്തുക എന്നുള്ളതാണ്. നല്ലതെന്താണെന്ന് ദൈവം എപ്പോഴും കാണിച്ചു തരുന്നുണ്ട്. ഗോഡ് ഈസ് ആക്ച്വലി ഷോയിങ് അസ് വാട്ട് ഈസ് വെർച്യു, വാട്ട് ഈസ് ഗുഡ്, ആൻഡ് ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു ഡു ഗുഡ്. ആൻഡ് മോർ ഓവർ we need to be very much humble in front of God. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ പ്രധാന ആശയങ്ങളാണ് അഭിമന്യ തിരുമേനി ഈ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. കാതലായ ആശയങ്ങളാണ് ഞാനും ഇവിടെ ഡിസ്കസ് ചെയ്തത്. എന്നാൽ ഇവിടെ അനേകം ആളുകളെക്കുറിച്ചുള്ള പ്രതിപാദ്യമുണ്ട്. എന്നാൽ ഈ 1 മണിക്കൂർ സംസാരിക്കുമ്പോൾ എല്ലാവരെക്കുറിച്ചും സംസാരിച്ച് തീർക്കാനായിട്ട് സാധിക്കുന്നതല്ല. പ്രത്യേകിച്ച് നവോത്ഥാന നേതാക്കന്മാരെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ആളുകളെക്കുറിച്ച് അവിടെ സംസാരിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള ശ്രീനാരായണ ഗുരു അടക്കമുള്ള ഒരുപാട് ആളുകൾ, മന്നത്ത് പത്മനാഭനും അങ്ങനെ ഒരുപാട് പേര് അതിലേക്ക് വരുന്നുണ്ട്, അയ്യങ്കാളി അടക്കമുള്ള. അവരെക്കുറിച്ചെല്ലാം നമുക്ക് പറഞ്ഞു തീർക്കുവാനുള്ള സമയപരിമിതി ഇല്ലാത്തത് കൊണ്ടാണ് ഒരു സമ്മറൈസ്ഡ് വേർഷനിലേക്ക് തിരിഞ്ഞത്. തീർച്ചയായിട്ടും ഈ പുസ്തകം വായിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഈ പുസ്തകം മനസ്സിരുത്തി വായിച്ചാൽ വളരെ രസകരമായൊരു പുസ്തകമാണ്. മറ്റുള്ളവരെക്കുറിച്ച് അറിയുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കും. ആക്ച്വലി ദാറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേ ഓഫ് ലൈഫ്, ഓർ ഈവൻ ദ റിച്വൽസ്, ഓർ ഈവൻ ദ ബിലീഫ് സിസ്റ്റം ഓഫ് അതർ പീപ്പിൾ living around us, and we need to respect all of them,
വി നീഡ് ടു അക്സെപ്റ്റ് ദം അക്കോർഡിംഗ്ലി. അതിലേക്ക് തിരിയാനല്ല, മറിച്ച് അതിൽ നിന്നുള്ള നല്ല കാര്യങ്ങളെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും സാധിക്കണം. അക്കോർഡിംഗ് ടു സതി സിരുമേനി, ദർ ഇസ് വെർച്യു ഇൻ ഓൾ റിലീജിയൻ. എല്ലാ റിലീജിയനും നന്മയിലേക്കുള്ളതാണ്. These are pathways towards virtue. So we need to be into that and we need to understand that accordingly. എന്ന് പറഞ്ഞ് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കേട്ടിരുന്ന ഏവർക്കും ഒരുപാട് നന്ദി.